അപ്പോൾ ഈ ട്യൂൺ ഏതാ, പാട്ടേതാ, പടമേതാ എന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ പടമൊക്കെ തിയേറ്ററിൽ പോയി കണ്ട ആളുകളൊന്നും ഈ ചാനലിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ടി വിയിൽ കണ്ട എന്താ പറയാ ഒരുതരം ഹോണ്ടിങ് മൂവി ആയിരുന്നു ഇത്. സത്യത്തിൽ ഈ പടത്തെ പറ്റി എനിക്ക് ഒരൊറ്റ സെന്റൻസിൽ പറയാനുള്ളത് ഭയങ്കര ഒരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു പടമാണിത്. സത്യം ഇങ്ങനെയൊക്കെ വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പടമൊന്നും ആരും ഒറ്റയ്ക്കിരുന്ന് കാണരുതെന്ന്. കൂട്ടിനാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോവുക എന്നത് ജീവിതത്തിലെ എത്ര ഭയാനകമായ അവസ്ഥയാണെന്ന് കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു ഇത്. ഞാൻ എപ്പോഴും ചിന്തിക്കും ഇവർക്ക് കയറിച്ചെല്ലാൻ പാകത്തിൽ ഒരു കുടുംബവും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെന്ന്. പക്ഷേ ഇത് സിനിമയാണ്, അവരുടെ ആ ഒരു ഒറ്റപ്പെടലാണ് ഈ സിനിമയുടെ മെയിൻ എലമെന്റ്. സോ അത് വിട്ടുകളയാൻ അവർക്ക് പറ്റില്ലല്ലോ. പിന്നെ തീർച്ചയായും ഈ സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ആ ഒരു സോങ്. കാര്യം അതൊരു താരാട്ട് പാട്ടാണെങ്കിലും എനിക്കെന്തോ അതൊരു താരാട്ട് പാട്ടായിട്ടല്ല തോന്നാറ്. മറിച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഹോണ്ടിങ് സംഭവം ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ആ ഒരു പാട്ടാണ്. ഈ സിനിമ എഴുതി സംവിധാനം ചെയ്ത ആളെ നിങ്ങൾ അറിയും. ഇനി ആളെ അറിയില്ലെങ്കിലും ആൾ എഴുതിയ മറ്റു സിനിമകളുടെ പേര് പറഞ്ഞാൽ തീർച്ചയായും അറിയും. മേലെ പറമ്പിൽ ആൺവീട്, പിൻഗാമി, ദേവദൂതൻ ഇവയൊക്കെ അദ്ദേഹം എഴുതിയ സിനിമകളാണ്. ആളുടെ പേര് രഘുനാഥ് പലേരി.